ഇന്ത്യക്കെതിരായ ഓവൽ ടെസ്റ്റിൽ പരിക്കേറ്റ ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സ് കളിക്കില്ല. സ്റ്റോക്സിന്റെ അഭാവത്തിൽ ഇംഗ്ലണ്ടിനെ ഒലി പോപ്പ് നയിക്കും. ജോഫ്ര ആർച്ചർ, ലിയാം ഡൌസൺ, ബ്രൈഡൻ കാഴ്സ് എന്നിവർക്ക് വിശ്രമം അനുവദിച്ചു. ഇന്ത്യൻ നിരയിലും മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദ് നമുക്കൊപ്പം ചേരുകയാണ്. ഖിലാഫ്, അപ്പോൾ എന്തൊക്കെയായിരിക്കും മാറ്റങ്ങൾ? അടിമുടി മാറ്റത്തിനാണോ ഇംഗ്ലണ്ട് ഒരുങ്ങുന്നത്? തീർച്ചയായും ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു നിർണായകമായ ഈ ഓവൽ ടെസ്റ്റിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ട് ടീമിൽ 4 മുൻനിര മാറ്റങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നായകൻ ബെൻ സ്റ്റോക്സിന് പകരം ഒലി പോപ്പ് ആയിരിക്കും ഇംഗ്ലണ്ട് ടീമിനെ നയിക്കുക. കാരണം ഈ ബെൻ സ്റ്റോക്സിനെ കഴിഞ്ഞ മത്സരത്തിൽ മാഞ്ചസ്റ്ററിൽ നടന്ന ജയത്തോളം വരുന്ന ഇന്ത്യയുടെ സമനിലയിൽ സ്റ്റോക്സിന് പരിക്കേറ്റിരുന്നു. ഇതേ തുടർന്നായിരുന്നു ഈ ബെൻ സ്റ്റോക്സ് ഈ അടുത്ത മത്സരത്തിൽ ഓവൽ ടെസ്റ്റിൽ കളിക്കാതിരിക്കുക. കൂടാതെ ജോഫ്ര ആർച്ചർ ഉൾപ്പെടെ 3 പേസർമാർക്കാണ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് ഇപ്പോൾ വിശ്രമം അനുവദിച്ചിരിക്കുന്നത്. ജോഫ്ര ആർച്ചർക്ക് പുറമെ ബ്രൈഡൻ കാഴ്സ് അതേപോലെ തന്നെ ബാക്കി 3 പേസർമാരും ഈ ഒരു മത്സരത്തിൽ കളിക്കത്തില്ല. പിന്നെ കൂടാതെ ഇതിൽ 4 താരങ്ങൾ പകരം വന്നിരിക്കുന്നത് ജേക്കബ് ബെദൽ, അതുപോലെ തന്നെ ഗസ് അറ്റിങ്സൺ, അതേപോലെ തന്നെ ജാമി ഓവർട്ടൺ, ജോഷ് ടങ് എന്നിവരാണ് ടീമിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ടീമിലേക്ക് വരികയാണെങ്കിൽ 4 മാറ്റങ്ങൾക്കാണ് സാധ്യതയുണ്ടാവുക. ഇന്ന് നടന്ന ശുഭ്മാൻ ഗില്ലിൻ്റെ പ്രസ് മീറ്റിൽ പറഞ്ഞിരിക്കുന്നത് ജസ്പ്രീത് ബുംറ കളിക്കുന്നതിൽ നാളെയായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാകുക. നാളെയായിരിക്കും ബുംറ കളിക്കുന്നതിൽ തീരുമാനമുണ്ടാവുക എന്നതുൾപ്പെടെ ഇന്ന് ഗിൽ നടത്തിയ പ്രസ് മീറ്റിൽ പറയുന്നുണ്ട്. കൂടാതെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇംഗ്ലണ്ട് ടീമിൽ 4 മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ ഈ ഒരു റിപ്പോർട്ട് ഈ ശുഭ്മാൻ ഗിൽ തള്ളിക്കളഞ്ഞിട്ടില്ല. എന്തായാലും 4 മാറ്റങ്ങൾക്കായിരിക്കും ഇന്ത്യൻ ടീമിൽ സാധ്യതയുള്ളത്. ഇംഗ്ലണ്ട് ടീമിൽ നായകൻ ഉൾപ്പെടെ മാറാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദ്.